ഓ ഇതാണ് വീടല്ലേ? വർമ്മ സാറല്ലേ? ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. ഇന്ന് ക്ലബിൽ കണ്ടില്ലല്ലോ. ഞാൻ ആ കുട്ടിയെ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞിരുന്നല്ലോ. ഓക്കെ ദെൻ സീ യു. എന്തിന്റെ അസുഖ? ഇതിന്റെ ഒക്കെ വലിയ വിദ്വാനാണെന്നാ കേൾക്കണത്. എന്ത് വിദ്വാനായാലും ചെവിതല കേൾക്കണ്ടേ അയൽക്കാർക്ക്? എന്തൊക്കെയായാലും കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ടേ. എനിക്കൊരു സുഖം തോന്നുന്നില്ല. ഹലോ, യെസ്, 1 സെക്കൻഡ് പ്ലീസ്. അയ്യോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. ആരാ? കൽക്കട്ടന്ന് ചെയർമാനാ. കൽക്കട്ടന്ന് ചെയർമാനാ. ഹലോ, ക്ലിയർ സാർ. നിർത്ത. ഹലോ, വർമ്മ ഹിയർ. ഓക്കെ സാർ. ഹലോ, ആ അതെ, 10 മിനിറ്റ് ലേറ്റാണല്ലോ. ആ ഞാൻ ഡ്രസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാരി എടുക്കണോന്ന്. ഏയ് അതൊന്നുമല്ല. കാർ അയക്കുമല്ലോ. ശരി. ആരാ ചേച്ചി? ജസ്റ്റ് എ മിനിറ്റ്, നമ്മളൊരു പാർട്ടിയാ. ഹലോ. ഹലോ. ഒറ്റയ്ക്കേ ഉള്ളൂ? സാരി സെലക്ട് ചെയ്യണോ? 1-2 സാരി വേണം. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പാണ്. രാധേ, ആ സാരി ഒന്ന് എടുത്തേ. ഇത് നന്നായിരിക്കും. ഇതിഷ്ടമായില്ലേ? ശാന്തേ, മതി മതി, ഇതിന്ന് എടുത്തോളാം. ഇത് നന്നായി ചേരും. നോക്കൂ, ഇറ്റ് വിൽ മാച്ച് യുവർ കോംപ്ലക്ഷൻ. ഇതെടുത്തോളൂ. എന്റെ ഗിഫ്റ്റ് ഒന്നുമല്ല, സെലക്ട് ചെയ്തേ ഉള്ളൂ. ഈ 2 സാരി പാക്ക് ചെയ്തോളൂ. ബ്ലൗസ് പീസ് വേണ്ടേ? വേണ്ട, ബില്ല് എഴുതിക്കോളൂ. ഒന്ന് എളുപ്പം എഴുതിയേ. ഹലോ. അയ്യോ, എപ്പത്തി? ആ എത്താം, വൈകില്ല. ആ ശരി ശരി. എന്റെ അമ്മ വന്നിട്ടുണ്ടത്രേ. 36 365 ദിവസവും യാത്രയാ. കുറച്ചു ദിവസം എൻ്റെ കൂടെ, കുറച്ചു ദിവസം പെങ്ങാമാരുടെ കൂടെ, പിന്നെ ഏട്ടന്റെ കൂടെ. അങ്ങനെയാ. വന്നാ പിന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനാ. പുള്ളിക്കാരത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ വീട്ടിൽ നടപ്പാക്കിയിട്ടേ പോകൂ. താങ്ക് യു. കുടിക്കൂ.
നിങ്ങളുടെ പേര് ചോദിച്ചില്ല. എന്താ പേര്? മിസ്സിസ് പിള്ള. ഞാൻ ജാതിയല്ല ചോദിച്ചത്, പേരാ. അമ്മേ, അത് മിസ്റ്റർ പിള്ളയുടെ ഭാര്യ മിസ്സിസ് പിള്ള എന്നാ പറഞ്ഞത്. അത് മനസ്സിലായി. എന്നാലും ഒരു പേരുണ്ടാവുമല്ലോ, അതാ ചോദിച്ചത്. കാർട്ടേനിയമ്മ. ഹായ്, ഇത്ര നല്ല പേരുണ്ടായിട്ടാ നിങ്ങൾ ഈ മിസ്സസ് പിള്ള കുസസ് പിള്ള എന്നെല്ലാം പറയണത്? ഭഗവതിയുടെ പേരല്ലേ? നല്ല ഐശ്വര്യമുള്ള പേര്. തറവാടികളുടെ പേരല്ലേ? തറവാട് മഹിമയൊക്കെ നാട്ടിൻപുറത്തല്ലേ? സിറ്റിയിൽ അതൊക്കെ പറഞ്ഞു നടന്ന ആര് കേൾക്കാൻ? സിറ്റിയിലെ സാഹചര്യത്തിനനുസരിച്ച് ചില ചേഞ്ചസ് പേരിലും വരുത്തണം. മിസ്സസ് പിള്ള എന്ന് പറഞ്ഞാ എല്ലാവരും ഇവിടെ അറിയും. അപ്പൊ ഈ കുട്ടി എന്ത് പിള്ളയാ? ഈ കുട്ടിയുടെ പേര് പ്രീത എന്നാ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? എന്താ അമ്മേ, കണ്ടാലറിയില്ലേ? ഇല്ല. കുടിക്കൂ. ആ അല്ല, ഇറങ്ങായോ? ഇത്തിരി ധൃതിയുണ്ട്, പിന്നെ വരാം. അമ്മയെ പരിചയപ്പെട്ടല്ലോ അല്ലേ? ഉവ്വ്. എന്താ മിസ്സിസ് പിള്ള വലിയ സുഖമില്ലാണ്ടാണല്ലോ പോയേ? അമ്മ അവരെ വെറുതെ ഒന്ന് ചാടിക്കായിരുന്നു. എനിക്ക് ആ സ്ത്രീ ആ പെണ്ണിനെ ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ടാ പേര് വെച്ച് ഞാനൊന്ന് കളിയാക്കിയത്. മോള് പോയി കാപ്പി എടുത്തുണ്ടോ? ഈ പരസ്യമായി തൊടുക എന്ന് വെച്ചാൽ അതൊരു തന്ത്രമാണ്. അതാകുമ്പോ നമ്മൾ ദുരുദ്ദേശപരമായി തൊട്ടതാണെന്ന് പാർട്ടിക്ക് സംശയം തോന്നുകയേയില്ല. എന്നാലോ സ്പർശന സുഖം കൊണ്ട് പാർട്ടിക്ക് ചില ദുരുദ്ദേശങ്ങൾ തോന്നുകയും ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായി. അതൊക്കെ മനസ്സിലായ ആശാനെ. വേഗം പറ പ്രദീപേ, നേരം പോണ് തന്തപ്പടി അന്വേഷിച്ചു വരും. പറയടാ, അവന് മുടക്കാശെങ്കിലും ഒരാട്ടെ. അങ്ങനെ ആദ്യം തൊടുമ്പം ഒരു പരിഭ്രമം, രണ്ടാമത് തൊടുമ്പം അറിഞ്ഞില്ലെന്നടിക്കും, മൂന്നാമത് തൊടുമ്പം അടുത്ത പടി ആരുമില്ലാത്തടത്ത് വെച്ച് കാണാനും സംസാരിക്കാനും ഒരവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കങ്ങ് തൊടല്ലേ? ഒറ്റയ്ക്ക് വിടാനുള്ള അവസരം അവരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് തൊടാം. തൊട്ടില്ലെങ്കിലാ കുഴപ്പം. അത് ശരിയാ. അവര് കരുതും നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളൂല. നേരെ മറിച്ച് നമ്മളാണ് ഒറ്റയ്ക്ക് കാണുവാനുള്ള അവസരം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വളരെ മാന്യമായി നിന്നു കൊടുക്കണം. അടുത്ത തവണ ഒറ്റയ്ക്ക് കിട്ടുമ്പോ തൊടല്ലേ? അപ്പോ സംസാരത്തിൽ ഈ വിഷയം ഒന്ന് സൂചിപ്പിച്ചു നോക്കണം. ഒന്ന് വെറുതെ എരി പ്രദീപേ. ആരെങ്കിലും കാമുകിയോട് ഈ വക കാര്യങ്ങൾ തുറന്നു പറയുമോ? പിന്നെ അവൾ മുഖത്ത് നോക്കുവോ? എടാ, ഇത് നിന്റെ ഈ പീക്കിരി പിള്ളേരെ പ്രേമിക്കുന്ന കാര്യമല്ല പറയുന്നത്, പരഭാര്യമാരെ കൈകാര്യം ചെയ്യുന്ന രീതിയാ. അവൻ ഈ സെക്കൻഡ് ഹാൻഡ് തിയറിയിലാണല്ലോ PhD. നീ പറ പ്രദീപേ. പിന്നെ 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 സന്ദർഭത്തിനനുസരിച്ച് കയറി അങ്ങ് പെരുമാറുക, അത്ര തന്നെ. ഈസി അല്ല, അന്തപ്പടി അന്വേഷിച്ചു വരും. അയ്യോ, ചെല്ല്. ഇത്രയൊക്കെ കേട്ടതല്ലേ, ചെന്നിട്ട് ചില ചില്ലറ പണികളും കാണുമല്ലോ. നാളെ കാണട്ടെ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. സുഭദ്രേ, അവൻ എഴുന്നേറ്റില്ലേ? എന്താ ഇത്? വെളിച്ചാവാറായില്ലോ. ഇതാ ഇവിടെ പതിവ്. ശ്രീകുരം ഒന്ന് എണീക്കുന്നേ. എണീക്കാൻ. ഇനി അമ്മ ഇങ്ങോട്ട് വരും, പിന്നെ കുശാലാവും. എന്താ ഇത്? ഞാനിപ്പ കാപ്പിയിടാം. വർമ്മ സാറുണ്ടോ? ഇല്ലല്ലോ, അവൻ ഓഫീസിലാണല്ലോ. ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ്.
ഫ്രണ്ടോ? എന്താ പേര്? പ്രദീപ്. എവിടുത്തെയാ? അത് ഇവിടെ തന്നെയാ. ആ അതല്ല, കുട്ടിയുടെ തറവാടും മറ്റു കാര്യങ്ങളൊക്കെയാ ചോദിച്ചത്. ഓ അത് അമ്മ ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് കേട്ടിട്ടില്ലേ? പിന്നെ പണ്ട് മാർത്താണ്ഡവർമ്മ കോളം തോണ്ടിയ കുടുംബമല്ലേ? പക്ഷേ അതിൽ ബാക്കിയൊന്നും ഇല്ലാന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അല്ല, അതിൽ അവശേഷിച്ച ഒരു കണ്ണിയിൽ പെട്ടതാ ഞങ്ങള്. ഓ വരൂ. ഓ അത് കിടന്നോട്ടെ, ഇപ്പൊ അങ്ങനെയൊന്നും നോക്കാനില്ല. അടുക്കളയിൽ വരെ സൂട്ടും പാപ്പാസൂട്ടാ ഓരോരുത്തരും നടക്കണത്. വരൂ. എന്താ ചെയ്യണത് ഇവിടെ? ഞാൻ പഠിക്കുക. ആ രാമനെ എങ്ങനെയാ പരിചയം? അത് എനിക്കൊരല്പം സംഗീതത്തിന്റെ അസുഖമുണ്ട്. ആ അത് ശരി. അവൻ എവിടെ ചെന്നാലും 4 സംഗീതക്കാര് കൂട്ടുകാണും. ഇപ്പോഴും സംഗീതം കലാന്നൊക്കെ വെച്ചാ അവന് ഭ്രാന്ത. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? സുഭദ്രേ, ചായ കാപ്പി? വേണ്ട, ഞാനതൊന്നും കഴിക്കാറില്ല. കുറച്ച് സംഭാരം കിട്ടിയാൽ മതി. എന്താ ഇത്? ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു മട്ടിൻ രീതി ഒന്നും അല്ലല്ലോ കാണുന്നത്. സുഭദ്രേ. എന്താമേ? നമസ്കാരം. പ്രദീപിന് കുടിക്കാൻ കുറച്ച് സംഭാരം കൊണ്ടുവരും. എനിക്ക് പോലും ഇപ്പൊ കാപ്പിയും ചായ ഒക്കെ ശീലായി. ആരാ ചേച്ചി? പ്രീതയെ പാട്ട് പഠിപ്പിക്കുന്ന പ്രദീപ.